സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇസ്രായേൽ പലസ്തീൻ നീതി ആരുടെ പക്ഷത്തെ എന്ന തലക്കെട്ടിൽ എസൻസ് ഗ്ലോബൽ സംഘടിപ്പിച്ച സംവാദവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണ്. അതിൽ ഇസ്രായേലിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നീതി ഇസ്രായേലിൻ്റെ ഭാഗത്താണ് എന്ന് സമർത്ഥിക്കാൻ ടോമി സെബാസ്റ്റ്യൻ ഒരു നുണക്കഥ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ടോമി സെബാസ്റ്റ്യൻ്റെ മാത്രം നുണക്കഥയല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ നേതാക്കളായിട്ടുള്ള സി രവിചന്ദ്രനും ആരിഫ് ഹുസൈനും മനുജ മൈത്രിയും ഒക്കെ പലതവണ കേരളത്തിൽ ഇത് ആവർത്തിച്ചു വിളമ്പിയിട്ടുണ്ട്. ആ കഥ ഞാൻ തുടക്കത്തിലൊന്ന് ചുരുക്കി പറയാം. അതിങ്ങനെയാണ്: യൂറോപ്പിൽ നടന്ന പീഡനങ്ങൾ കാരണം യഹൂദർ ഓടി പലസ്തീനിൽ വരുന്നു. ഇത് കണ്ട ഹെർസൽ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഒരു സയനിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി ഒരു ഫണ്ടൊക്കെ രൂപീകരിച്ച് ഇവർക്ക് അവിടെ സ്ഥലം വാങ്ങാനുള്ള സൗകര്യം ചെയ്യുന്നു. ആ സമയത്ത് തദ്ദേശീയരായ പലസ്തീനികൾക്ക് സ്വന്തമായി സ്ഥലം ഉണ്ടായിരുന്നില്ല, മറിച്ച് കുടികിടപ്പ് അവകാശം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ബെയ്റൂട്ടിലും അതേപോലെ ദമസ്കസിലും സിറിയയുടെ ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് താമസിക്കുകയാണ്. അവരിൽ നിന്നും ക്യാഷ് കൊടുത്തിട്ടാണ് ആ യഹൂദന്മാർ ആ സ്ഥലങ്ങളൊക്കെ വാങ്ങുന്നത്. അങ്ങനെ 1948 വരെ പലസ്തീനിലെത്തിയ യഹൂദരെല്ലാം ക്യാഷ് കൊടുത്ത് സ്ഥലം വാങ്ങിയതായിരുന്നു. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ നിർബന്ധിച്ചതിൻ്റെ ഭാഗമായി ഈ പലസ്തീനികൾ യഹൂദരോട് ഇത് ഞങ്ങളുടെ പൂർവികരുടെ ഭൂമിയാണ്, നിങ്ങളിവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ വിട്ടു പൊക്കോ എന്ന് പറഞ്ഞാൽ അതെന്ത് നീതിയാണ്? ഇതാണ് നമ്മുടെ ടോമിയുടെ ചോദ്യം. ടോമി പറഞ്ഞ ഈ നുണക്കഥ പോലെ ആയിരുന്നു കാര്യങ്ങളെങ്കിൽ നമ്മളും പറയും 100% ഇസ്രായേലിൻ്റെ ഭാഗത്താണ് നീതി, പലസ്തീനികളുടെ ഭാഗത്ത് നീതി ഇല്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു പല കാര്യങ്ങളും മറച്ചു വെച്ചും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഒരു കഥ പറയാൻ ടോമിക്ക് എന്ത് ന്യായമാണുള്ളതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. രണ്ടാമത് ടോമിയുടെ കഥയുടെ ഭാഗം എന്ന് പറയുന്നത്, ഒന്നാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് ബ്രിട്ടൻ അറബികളോടും യഹൂദന്മാരോടും പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ഈ യുദ്ധം എല്ലാം കഴിഞ്ഞ് ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശം വരുമ്പോൾ അത് അറബികൾക്കും യഹൂദന്മാർക്കും രാജ്യമുണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം. അങ്ങനെ ഈ രണ്ടു കൂട്ടരും ബ്രിട്ടനെ സഹായിക്കുന്നു. യുദ്ധശേഷം ഒരു കരാറുണ്ടാക്കി, അതാണ് ബാൽഫർ ഡിക്ലറേഷൻ. ഈ ഉടമ്പടി ഉണ്ടായതേ ഉള്ളൂ, പക്ഷേ രാജ്യമൊന്നും കിട്ടിയില്ല. അതിനെക്കുറിച്ച് യഹൂദർ ബ്രിട്ടനോട് ചോദിച്ചപ്പോൾ അറബികളുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ട്, അത് കഴിയാതെ തരാൻ പറ്റില്ല എന്നായിരുന്നു ബ്രിട്ടൻ പറഞ്ഞത്. അപ്പോൾ അതും ഒരു അനീതിയല്ലേ? യുദ്ധത്തിന് മുമ്പ് നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിൽ സഹായിച്ചതിന് ശേഷം അതിൻ്റെ പ്രതിഫലം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു കരാറ് മാത്രം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്കത് തരാൻ പറ്റില്ല, അറബികളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അറബികൾക്ക് അറബികളുടെ രാജ്യം കിട്ടിയാൽ പോരെ? ഒരു ഇസ്രായേലിന് ഒരു രാജ്യം ഉണ്ടാകുന്നതിന് എന്താണ് പ്രശ്നം? ടോമിയുടെ ചോദ്യം വളരെ പ്രസക്തമാണെങ്കിലും ഇതിന് ഉപോത്ബലകമായി പറഞ്ഞ കഥ നുണയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതും നമ്മൾ പുറകാലെ തെളിയിക്കുന്നതാണ്. മൂന്നാമത് ടോമി പറയുന്നത്, ഇവിടുത്തെ പ്രശ്നക്കാരാരാ? പ്രശ്നമുണ്ടാക്കിയത് കുടികിടപ്പ് അവകാശം മാത്രമുണ്ടായിരുന്ന ഫലാഹിനുകളായിട്ടുള്ള പലസ്തീനികളാണ്. അവർ സ്വയം പ്രശ്നമുണ്ടാക്കിയതല്ല, നേരെ മറിച്ച് അവരെ ഇതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നത് ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അൽ ഹുസൈനാണ്. അതിൻ്റെ കാരണം അവരുടെ മതപുസ്തകം എന്നുവെച്ചാൽ ഖുർആനും ഹദീസും തന്നെയാണ്. ജൂതനെ സുഹൃത്താക്കരുത്, ഈ പ്രദേശത്ത് യഹൂദനെ ജീവിക്കാൻ അനുവദിക്കരുത്, അവസാന യഹൂദനെ വരെ കൊന്നൊടുക്കണം, ഇനി ഏതെങ്കിലും ഒരു ജൂതൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മരങ്ങൾ വരെ വിളിച്ചു പറയും, ദാ ഇവിടെ ഒരു ജൂതനുണ്ട്, അവനെ കൊല്ല് എന്ന് പറയും എന്ന മതപുസ്തകം പഠിപ്പിച്ചിട്ടാണ് യഹൂദർക്കെതിരെ വലിയ കലാപത്തിന് ഈ ഗ്രാൻഡ് മുഫ്തി ആഹ്വാനം ചെയ്തത്. എന്നു മാത്രമല്ല, ഈ ഗ്രാൻഡ് മുഫ്തി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇയാൾ ജർമ്മനി പോയിട്ട് ഹിറ്റ്ലറെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കുറേ യഹൂദന്മാരുണ്ട്, അവരെ കൂടി കൊന്നു കളയണമെന്ന് പറഞ്ഞു. ഇത്ര വലിയ ക്രൂരതയാണ് യഥാർത്ഥത്തിൽ പലസ്തീനികളും അവരുടെ നേതാക്കന്മാരും യഹൂദന്മാരായിട്ടുള്ള പഞ്ചപാവങ്ങളോട് ചെയ്തത് എന്ന കരളലിയിക്കുന്ന വലിയ ഒരു കഥ, ഒരു സഹതാപത്തിൻ്റെ, ഒരു അനുകമ്പയുടെ വലിയ ഒരു കഥയാണ് ഇസ്രായേലിന് വേണ്ടി നമ്മുടെ ടോമി സെബാസ്റ്റ്യൻ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല സംഭവമെന്ന് മനസ്സിലാക്കാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദ ക്വസ്റ്റ്യൻ ഓഫ് പാലസ്റ്റീൻ എന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭ തന്നെ ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ 72 പേജുള്ള ഈ ഒരു പുസ്തകം വിവിധ ഭാഷകളിൽ അത് ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് ഇദ്ദേഹത്തിന് വായിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ തൻ്റെ നേതാക്കന്മാർ പറയുന്നതൊക്കെ നുണയാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ലായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ അമേരിക്കയിൽ കൊണ്ടുവന്ന് സംവദിപ്പിച്ച് അദ്ദേഹത്തിന് കൈയടിക്കുകയും അതിനുശേഷം നാളിതുവരെയായിട്ടും ആരെങ്കിലും ഒരാൾ ഇത് വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ടോമി സെബാസ്റ്റ്യൻ പറയുന്നതെന്ന് പോലും തിരിച്ചറിയാതിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഈ വിഷയത്തിൽ ഇവർ തെറ്റിദ്ധാരണ നീക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം ഞാൻ നടത്തുകയാണ്. ടോമി സെബാസ്റ്റ്യൻ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ എത്ര കളവുകൾ
എത്ര വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, എത്ര മറച്ചുപിടിക്കലുകൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സസൂക്ഷ്മം ഒന്ന് വിലയിരുത്തുക. ആദ്യം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരട്ടെ. അതിന്റെ ഒന്നാം ഭാഗത്തിലേക്ക്. 1948 വരെ അവിടെ എത്തിയിരിക്കുന്ന ജൂതന്മാർ എല്ലാവരും തന്നെ അവിടെ സ്ഥലം വില കൊടുത്ത് വാങ്ങിയവരാണ്. ആരുടെ കയ്യിൽ നിന്നാണ് സ്ഥലം വില കൊടുത്ത് വാങ്ങുന്നത് നമ്മൾ ചിന്തിക്കണം. കാരണം അവിടെ ഉണ്ടായിരുന്ന പലസ്തീനി അറബികൾക്ക് ഭൂമിയുടെ മേൽ യാതൊരു അവകാശം ഉണ്ടായിരുന്നില്ല. അവർ ഫെല്ലാഹിനുകൾ എന്നറിയപ്പെട്ടിരുന്ന ഒരുതരം കുടികിടപ്പ് അവകാശം മാത്രമുള്ള ആളുകളായിരുന്നു. അതിന്റെ അവകാശം മുഴുവനും ബെയ്റൂട്ടിലും ദമാസ്കസിലും കെയ്റോയിലും ഗ്രീസിലും ഒക്കെ ഉണ്ടായിരുന്ന ചില ജന്മികളുടെ കയ്യിലായിരുന്നു. അവർക്ക് പണം കൊടുത്തിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ എന്റെയും അഭിലാഷിന്റെയും ഒക്കെ മുത്തച്ഛന്മാർ 1950കളിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷാമത്തെ തുടർന്ന് എല്ലാം വിറ്റുപെറുക്കി മലബാർ പ്രദേശത്തേക്ക് പോയി. അപ്പോൾ മലബാറിൽ വന്ന് ഇൻഡിജിനസ് ആയിരിക്കുന്ന ആദിവാസി ഗോത്രവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ അവകാശം ദേവസ്വം, ബ്രഹ്മസം, രാജസം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുടെ കയ്യിലായിരുന്നു. അവർക്ക് പണം കൊടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച് കൃഷിയൊക്കെ ആക്കി 2-3 തലമുറ കഴിയുമ്പോൾ ആരൊക്കെയോ നിർബന്ധിച്ചതിന്റെ ഫലമായിട്ട് ഇവരെല്ലാം കൂടെ ഒത്തിയാന്നിട്ട് പറയുകയാണ്, ഇത് ഞങ്ങളുടെ പൂർവികരുടെ ഭൂമിയാണ്, നിങ്ങളോട് നിൽക്കാൻ പറ്റില്ല, വിട്ടുപോക്കോ എന്ന് പറഞ്ഞാൽ അത് എന്ത് നീതിയാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് പിന്നീട് അവിടെ സംഭവിച്ചത്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, മുമ്പും ഈ യൂറോപ്പിൽ പീഡനം നടക്കുമ്പോൾ യഹൂദന്മാർ പല വഴിക്കായിട്ട് ഓടുന്നുണ്ട്, പല രാജ്യങ്ങളിൽ ചെന്ന് കയറുന്നുണ്ട്. ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളിൽ പോകുന്നുണ്ട്. വെറും 2% യഹൂദന്മാർ മാത്രമാണ് പലസ്തീനിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നുള്ളൂ. അവരെയോ അല്ലെങ്കിൽ ഒന്നാം ആലിയയുടെ ഭാഗവുമായി വന്ന യഹൂദന്മാരുമായിട്ടോ അവിടെ ഉണ്ടായിരുന്ന പലസ്തീനികൾക്ക് യാതൊരു പ്രശ്നമോ നമ്മൾ ഇന്ന് കാണുന്ന യാതൊരു കോൺഫ്ലിക്റ്റോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കുടിയേറ്റ സ്വഭാവത്തിന് വ്യത്യാസം സംഭവിക്കുന്നത് തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ജൂത സയനിസ്റ്റും വില്യം ഹെക്ലർ എന്ന് പറയുന്ന ക്രൈസ്തവ സയനിസ്റ്റും യോജിക്കുന്ന സമയം മുതൽ കുടിയേറ്റം എന്നത് മാറി പലസ്തീനിൽ ഒരു ജൂയിഷ് സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമമായിട്ട് ഇത് മാറി. അല്ലാതെ ഇത് വെറും ഒരു ലാൻഡ് പർച്ചേസോ മൈഗ്രേഷൻ്റെയോ പ്രശ്നമല്ല. നമുക്കറിയുന്നത് പോലെ റഷ്യയിലെ പീഡനം കടുത്ത സമയത്ത് തിയോഡർ ഹെർസൽ 1896, ആ ഡേറ്റ് ഒക്കെ കറക്റ്റായിട്ട് ഓർത്തു വേണം, 1896 തിയോഡർ ഹെർസൽ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നു. ഇതറിഞ്ഞപ്പോൾ തന്നെ യേശുവിൻ്റെ 2ാം വരവിന് മുമ്പ് യഹൂദർ പലസ്തീനിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട് എന്ന ഡാർബിയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ബൈബിളിനെ ആ രൂപത്തിൽ ഇന്റർപ്രറ്റ് ചെയ്ത ക്രൈസ്തവ സയനിസ്റ്റുകൾ ഇത് അറിയുകയും അതിലെ പ്രധാനിയായിട്ടുള്ള വില്യം ഹെക്ലർ തൊട്ടടുത്ത മാസം വന്ന് തിയോഡർ ഹെർസലുമായിട്ട് മീറ്റ് ചെയ്യുകയും അതിൻ്റെ പൊളിറ്റിക്കൽ സാധ്യതയും അതേപോലെ തന്നെ ഇത് എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം തുടങ്ങിയിട്ടുള്ള പ്ലാനുകളൊക്കെ വില്യം ഹെക്ലറും തിയോഡർ ഹെർസലും തമ്മിൽ ചർച്ചകൾ നടക്കുകയും അങ്ങനെ അവിടുത്തെ ജർമ്മൻ, ബ്രിട്ടീഷ് അങ്ങനെ ധാരാളം ഒഫീഷ്യൽസിനെ പോയി കാണുകയും ഒക്കെ ചെയ്തതിനു ശേഷം തൊട്ടടുത്ത വർഷം 1897 ബാസിൽ വെച്ചിട്ട് ഫസ്റ്റ് സയനിസ്റ്റ് കോൺഗ്രസ് നടക്കുകയും അതിൽ വെച്ച് തന്നെ തിയോഡർ ഹെർസൽ മനസ്സിലാക്കുന്നു, ഞാൻ ജൂയിഷ് സ്റ്റേറ്റ് കണ്ടെത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ഫോം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇത് ഉറക്കെ പറഞ്ഞാൽ ആളുകൾ ഇപ്പോൾ എന്നെ കളിയാക്കി ചിരിക്കുമെങ്കിലും ഒന്നെങ്കിൽ 5 വർഷം അല്ല എങ്കിൽ 50 വർഷം അതിനകത്ത് ഈ പലസ്തീനികളുടെ രാജ്യത്തിനകത്ത് ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാകുമെന്ന് തിയോഡർ ഹെർസൽ ഉറച്ചു വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂയിഷ് നാഷണൽ ഫണ്ട് രൂപീകരിക്കുന്നതും ബ്ലൂ ബോക്സുകൾ ലോകമെല്ലാം കൊടുത്തു വിട്ടുകൊണ്ട് വലിയ ഫണ്ട് കൊണ്ടുവന്ന് ഈ ലാൻഡുകൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ഒന്നാം ആലിയയുടെ അല്ലെങ്കിൽ ഒന്നാം കുടിയേറ്റം, പ്രസിദ്ധമായ കുടിയേറ്റത്തിൻ്റെ പകുതി ഭാഗം മുതൽ തന്നെ അല്ലെങ്കിൽ 1897 മുതൽ തന്നെ ഈ പലസ്തീൻ എന്ന് പറയുന്ന നാട് ഇവരുടേതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ലാൻഡ് പർച്ചേസും മൈഗ്രേഷനും ഒക്കെ ഇവർ നടത്തുന്നതും അതുമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതൊരിക്കലും നിങ്ങൾക്ക് ടോമിയുടെ വിഷയാവതരണത്തിലോ രവിചന്ദ്രന്റെ പ്രസംഗത്തിലോ ആരിഫിന്റെ സംസാരത്തിലോ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ തിയോഡർ ഹെർസൽ ഈ പൊളിറ്റീഷ്യൻസ്മാരും അതേപോലെ ഒഫീഷ്യൽസുമായിട്ടൊക്കെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിച്ചിരുന്നത്. 2 അർത്ഥം വരുന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. അദ്ദേഹം ഈ ഒഫീഷ്യൽസിനെ കാണുമ്പോൾ പറയും, ഞങ്ങൾക്കൊരു ജൂയിഷ് ഹോംലാൻഡ് പാലസ്തീനിൽ അനുവദിച്ചു തരണം എന്നതല്ലാതെ ഒരു ജൂയിഷ് സ്റ്റേറ്റ് വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടില്ല. ഈ ജൂയിഷ് ഹോംലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ റെഫ്യൂജികളായിട്ട് വരുന്ന യഹൂദന്മാർക്ക് ഈ പൊളിറ്റിക്കലി യാതൊരു പ്രശ്നമൊന്നുമില്ലാതെ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് മാത്രമാണ് ഈ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നതെങ്കിലും ഈ ബാസിൽ വെച്ചിട്ടുള്ള മീറ്റിങ്ങിൽ തന്നെ ഈ ക്രൈസ്തവ സയനിസ്റ്റുകളും ഹെർസലും എല്ലാം തീരുമാനിച്ചിരുന്നു അവിടെ ഒരു ജൂയിഷ് സ്റ്റേറ്റ് ആണ് സ്ഥാപിക്കേണ്ടത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ മുമ്പ് പറഞ്ഞ UN റിപ്പോർട്ട്, ഞാൻ ഇതിൽ വായിക്കുന്ന അധികവും ഈ UN റിപ്പോർട്ടിൽ തന്നെ ആയിരിക്കും, വെറുതെ പ്രസംഗം നടത്തുകയല്ല. ദ ക്വസ്റ്റൻ ഓഫ് പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഒറിജിൻസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ദി പാലസ്റ്റൈൻ പ്രോബ്ലം 1917 to 1947 എന്ന് പറയുന്ന റിപ്പോർട്ടിൻ്റെ 7ാമത്തെ പേജിൽ തിയോഡർ ഹെർസലിൻ്റെ ഈ നടപടിയെക്കുറിച്ച് പറയുകയാണ്. ദ ടേം സ്റ്റേറ്റ് വാസ് അവോയ്ഡഡ്, ഹോംലാൻഡ് ബീയിങ് യൂസ്ഡ് ഇൻസ്റ്റീഡ്. അവർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പദം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഹോംലാൻഡ് എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരുന്നത്. അതിനെക്കുറിച്ച്
ഹെർസൽ തന്നെ പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ കാണാം. ഐ സജസ്റ്റഡ് ഹേം സ്റ്റേറ്റ് ആസ് എ സിനോണിം ഫോർ സ്റ്റേറ്റ്. അഥവാ ഈ ഹോംലാൻഡിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റിന് പകരമായിട്ട് ഞാൻ ഉപയോഗിച്ചത്. ഇറ്റ് വാസ് ഇക്യുവോക്കൽ. ഇതിന് പല അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാം. ബട്ട് വി ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് മെൻറ്റ്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന്. നമ്മൾ ഹെയിം സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഹോംലാൻഡാണ് പറയുന്നതെങ്കിലും നമ്മുടെ ഉദ്ദേശം ജൂതൻ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ജൂതരാഷ്ട്രമാണ് നമ്മുടെ ഉദ്ദേശം. ഇനി അടുത്ത മറ്റൊരു കോട്ടിംഗ് കൂടെ അതേ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇൻ ഹെർസൽസ് വേർഡ്സ്, നോ നീഡ് ടു വെറി അബൌട്ട് ദി ഫ്രൈസോളജി. ഞാൻ ഏത് പദമാണ് ഉപയോഗിക്കുന്നു എന്നതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. ജനങ്ങൾ അത് വായിക്കുക ജൂയിഷ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ജനങ്ങൾ വായിക്കുക അത് ജൂയിഷ് സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് നമ്മൾ ടോമി പറയുന്നത് പോലെ വളരെ നിഷ്കളങ്കമായി റെഫ്യൂജികളായിട്ടുള്ള തൻ്റെ ആളുകൾ ഓടി വന്നപ്പോൾ അവർക്ക് എവിടെയെങ്കിലും താമസിക്കാൻ ഒരു സംഘടനയും ഉണ്ടാക്കി ഫണ്ടും രൂപീകരിച്ച് ലാൻഡ് പർച്ചേസ് ചെയ്ത ഒരു പാവം തിയോഡർ ഹെർസൽ അല്ല. നേരെ മറിച്ച് ഈ പലസ്തീനികൾ ലക്ഷക്കണക്കിന് 5-6 ലക്ഷം വരുന്ന പലസ്തീനികളുടെ നാട് അവരിൽ നിന്നും പിടിച്ചെടുത്ത് അവിടെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ അതിന് തങ്ങളെ സഹായിക്കുന്ന യൂറോപ്യൻ ഒഫീഷ്യൽസുകളുടെ മുമ്പിൽ തൽക്കാലം ഹോംലാൻഡ് എന്ന് പറയുകയും എന്നാൽ അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ജൂയിഷ് സ്റ്റേറ്റ് ആണെന്ന് പിന്നെ പറയാനും തക്കവണ്ണമുള്ള പദപ്രയോഗങ്ങളിലൂടെ വഞ്ചനയിലൂടെയാണ് തിയോഡർ ഹെർസൽ അവിടെ നീക്കം നടത്തുന്നത്. ഈ തിയോഡർ ഹെർസൽ 1904 മരണപ്പെട്ടു. എന്നാൽ അദ്ദേഹം ഉണ്ടാക്കിയ ആ സംഘടന അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് പ്രശ്നം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് ടോമി പറയുന്നതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ടോമി പറയുന്നു യഹൂദന്മാർ അവിടെ വന്നു, അവിടെ ഫലാഹീനായിട്ടുള്ള കുടികടപ്പവകാശം മാത്രമുള്ള ഫലസ്തീനികൾ അവിടെ ഉണ്ട്. എന്നാൽ അവരുടെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം ആബ്സെന്റ് ലാൻഡ് ലോഡ്സ് ആണ്. എന്ന് വെച്ചാൽ അവിടെ ഇല്ലാത്ത സിറിയയിലും ദമസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ആളുകളാണ്. അവർക്ക് കാശ് കൊടുത്തിട്ടാണ് 1948 വരെയുള്ള സ്ഥലങ്ങൾ ഇവർ വാങ്ങുന്നത്. ഈ വിഷയത്തിൽ ഫലാഹീനുകളായിട്ടുള്ള ഫലസ്തീനികൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ചില ആളുകൾ അതിനേക്ക് ഇവരെ എന്ത് ചെയ്തു, വലിച്ചഴിച്ചുകൊണ്ട് വന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് തോന്നുക ഈ 1948 മുമ്പ് ഏതാണ്ട് വലിയ ഒരു പ്രദേശം മുഴുവൻ ഈ യഹൂദന്മാർ കാശ് കൊടുത്തെല്ലാം വാങ്ങി വെച്ചു. ആ ബൗണ്ടറിക്കകത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഒരാൾ സ്ഥലം വാങ്ങിക്കുന്നു, അതിൽ പിന്നീട് എന്ത് ചെയ്യുന്നു, മുമ്പത്തെ കുടികിടപ്പുകാർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് ടോമി പറയുന്നതെങ്കിൽ എത്ര സ്ഥലമാണ് ഈ ജൂതന്മാർ 1948 മുമ്പ് വരെ പർച്ചേസ് ചെയ്തത്? 100% പലസ്തീൻ അങ്ങ് പർച്ചേസ് ചെയ്തോ? ക്യാഷ് കൊടുത്ത് അവർ 100% പർച്ചേസ് ചെയ്തോ? ഇനി അതല്ല 50% പർച്ചേസ് ചെയ്തോ? പകുതി, 40, 30, 20, 10% പർച്ചേസ് ചെയ്തോ? ഇല്ല. വെറും 6.2% സ്ഥലങ്ങൾ മാത്രമാണ് 1948 വരെ യഹൂദന്മാർ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. തെളിവെന്താ? ടോമി അത് പറഞ്ഞോ? ഇവിടെ പലസ്തീൻ്റെ 6.2% സ്ഥലത്തിന് വേണ്ടി തർക്കം നടക്കുകയും 93.8% എന്ന് പറയുന്നതിനെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ തെളിവ് ഈ UN റിപ്പോർട്ടിൻ്റെ 74-ാമത്തെ പേജിൽ നമുക്ക് ഇങ്ങനെ കാണാം. From the 7,50,000 of the 1922 census to almost 18,50,000 at the end of 1946, an increase of nearly 250%. എന്ന് വെച്ചാൽ 1922 കണക്ക് പ്രകാരം ഫലസ്തീനിൽ മൊത്തം 7,50,000 ജനങ്ങളുണ്ടായിരുന്നു. അത് 46 ആയപ്പോൾ 18.5 ലക്ഷം ജനങ്ങൾ അവിടെ വന്നു. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 250% വർധനവ്. ഡ്യൂറിങ് ദിസ് പീരീഡ് ദ ജൂയിഷ് പോപ്പുലേഷൻ ഹാഡ് സോഡ് ഫ്രം 56,000 after the First World War to 84,000 in 1922 to 6,08,000 in 1946, an increase of about 725%. എന്ന് വെച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് മൊത്തം ജനസംഖ്യ 7,50,000 ഉണ്ട്. അതിൽ വെറും 56,000 മാത്രമാണ് യഹൂദന്മാർ. പിന്നീട് 1946 ആയപ്പോൾ 6,08,000 യഹൂദന്മാർ വന്നു. എന്ന് വെച്ചാൽ 725% വർധനവുണ്ടായി. അതെങ്ങനെയാണ് വന്നത്? എ ഗുഡ് പാർട്ട് ഓഫ് ദിസ് വാസ് ഡ്യൂ ടു ബർത്ത് വിത്തിൻ പാലസ്റ്റീൻ. കുറേ ആളുകൾ എന്ത് ചെയ്താണ്, അവിടെ ജനിച്ച ആളുകളാണ്. ബട്ട് ലീഗൽ ഇമിഗ്രേഷൻ എലോൺ അക്കൗണ്ടഡ് ഫോർ ഓവർ 3,76,000. 3,76,000 ആളുകളെ നിയമാനുസൃതമായിട്ട് അങ്ങോട്ട് കുടിയേറ്റത്തിന് സഹായിച്ചു. വിത്ത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ബീയിങ് എസ്റ്റിമേറ്റഡ് അറ്റ് അനദർ 65,000, എ ടോട്ടൽ ഓഫ് 4,40,000. ഈ പലസ്തീനികളുടെ നാട്ടിലേക്ക് പലസ്തീനികളുടെ സമ്മതമില്ലാതെ ബ്രിട്ടീഷുകാരുടെ പവറിൻ്റെ അടിസ്ഥാനത്തിൽ 4,40,000 ആളുകളെ
ഈ പറയപ്പെടുന്ന പലസ്തീനിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇവർ ഹോൾഡ് ചെയ്ത സ്ഥലങ്ങൾ എത്ര? ഫ്രം ദി 6,50,000 dunums held by Jewish organization in 1920. ദുനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 25 സെന്റ്, 1/4 ഏക്കറാണ് വരിക. അങ്ങനെ 6,50,000 ദുനം ജൂയിഷ് ഓർഗനൈസേഷൻ 1920 പർച്ചേസ് ചെയ്തു. മൊത്തം ഏരിയ എന്ന് പറയുന്നത് 26 മില്യൺ ദുനംസ് ആണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 2.5% മാത്രമാണ് ഈ യഹൂദന്മാർക്ക് 1920 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. ദ ഫിഗർ അറ്റ് ദ എൻഡ് ഓഫ് 1946 ഹാഡ് റീച്ച്ഡ് 16,25,000 dunums, an increase of about 250%, and Jewish settlement had displaced large numbers of Palestinian Arab peasants. Even so, this area represented only 6.2% of the total area of Palestine and 12% of the cultivable land. അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ വെറും 12% മാത്രമാണ് യഹൂദന്മാരുടെ കയ്യിൽ വന്നത്. അല്ലാതെ മൊത്തമുള്ള പലസ്തീൻ്റെ വെറും 6.2% സ്ഥലങ്ങൾ മാത്രമാണ് യഹൂദന്മാർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ടോമി ഉണ്ടാക്കിയ ഈ നുണക്കഥയ്ക്ക് അദ്ദേഹം മൊത്തം പറയുന്ന കഥ ഈ 6.2% വരുന്ന പലസ്തീൻ്റെ സ്ഥലത്തെക്കുറിച്ച് മാത്രമാണ്. ബാക്കിയുള്ള 93.8% ഈ കഥ എങ്ങനെ ഫിറ്റാവും? കാരണം കാശ് കൊടുത്ത് യഹൂദന്മാർ ആ സ്ഥലം വാങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ ഈ കഥ ഫിറ്റാണോ? ഇനി ഇവിടെ തന്നെ ഉണ്ടായ പ്രശ്നം എന്താ? ഈ ആദ്യ സമയത്തെ ആലിയയുടെ ഭാഗത്തോ അല്ല എങ്കിൽ ഇവർക്കിതൊരു ജൂയിഷ് സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്നോ അറിയുന്നതിന് മുമ്പ് പലസ്തീനികളുടെ ഭാഗത്തൊന്നും പ്രശ്നമില്ല. എന്നാൽ ഇവരുടെ നാട് കൈവിട്ടു പോകാൻ പോവുകയാണെന്നും ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഇവിടെ ഒരു ജൂയിഷ് സ്റ്റേറ്റ് വരാൻ പോകുന്നുവെന്നും ഞങ്ങൾ അവരുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഭയന്ന സമയത്താണ് പലസ്തീനികളായിട്ടുള്ള ആളുകൾ ഇനിയും ഇവരുടെ കുടിയേറ്റം അനുവദിക്കരുത്, ജൂയിഷ് സ്റ്റേറ്റ് അനുവദിക്കരുത് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത്. അതല്ലാതെ കുടികിടപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട ഈ 6.2% സ്ഥലത്തുള്ള പ്രശ്നമല്ല പലസ്തീൻ. ഇനി ആ ലാൻഡ് പർച്ചേസിനുള്ള ഒരു പ്രശ്നം എന്താ? അത് ഈ റിപ്പോർട്ടിൻ്റെ 36-ാമത്തെ പേജിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ കാണാം. 2 of the principal means advocated by the Zionist organization for achieving the national home were large-scale immigration and land purchase. ഈ സയനിസ്റ്റ് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജൂയിഷ് ഹോംലാൻഡിലേക്ക് എത്തുക എന്നതിന് അവർ 2 രീതി സ്വീകരിച്ചു. ഒന്ന്, ലാർജ് സ്കെയിൽ ഇമിഗ്രേഷൻ, വലിയ കുടിയേറ്റം, അത് ലീഗലും ഇല്ലീഗലായിട്ടും. 2 എന്താ? ലാൻഡ് പർച്ചേസ്. അപ്പോൾ ലാൻഡ് പർച്ചേസിൻ്റെ ഉദ്ദേശം എന്താ? ഈ റെഫ്യൂജികളായിട്ട് ഓടി വരുന്നവർക്ക് ഒരു ടെൻ്റൊക്കെ പണിയാൻ, അങ്ങനെ ചെറിയൊരു പരിപാടി. അതല്ല, നേരെ മറിച്ച് ജൂയിഷ് നാഷണൽ ഹോം പണിയാനുള്ള, ജൂയിഷ് സ്റ്റേറ്റ് പണിയാനുള്ള പരിപാടിയാണ്. ഇനിയും അതിനവർ ചെയ്യുന്ന മറ്റൊരു പരിപാടി എന്താ? A third was the denial of employment to Palestinian labor. ഇങ്ങനെ ഇവർ ഈ സ്ഥലം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നാളിതുവരെയായി പല നൂറ്റാണ്ടുകളായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പാലസ്തീനികളെ ആ നാട്ടിൽ നിന്ന് അവരങ്ങ് പുറത്താക്കും. എന്ന് വെച്ചാൽ ആ കൃഷിഭൂമിയിൽ ഇവരെ പണി ചെയ്യാൻ അനുവദിക്കാതെ അവിടെ യഹൂദന്മാർ മാത്രം പണിയെടുക്കുന്ന അവസ്ഥയുണ്ടാവും. ഈ കളി നമുക്ക് അയർലൻഡിൽ കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും ടോമി? നമ്മൾ അയർലൻഡിൽ അവിടെ ഒരു മലയാളി രാജ്യം സ്ഥാപിക്കാൻ തീരുമാനിക്കുക, അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാ മലയാളികളുടെ ഫണ്ട് കൊണ്ടുവരിക. അപ്പോൾ ഒരു സുഖമുണ്ട്. വ്യക്തിഗത ക്യാഷ് ആണെങ്കിൽ നമ്മൾ സൂക്ഷ്യം കണ്ടേ പർച്ചേസ് ചെയ്യുള്ളൂ. നേരെ മറിച്ച് വലിയ ഫണ്ടാകുമ്പോൾ നമുക്ക് ഏത് റേറ്റിനും അത് മേടിക്കാം. അത് കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് അവരെ മോഹിപ്പിക്കുന്ന വില കൊടുത്ത് നമ്മളത് വാങ്ങുക. അങ്ങനെ വാങ്ങിയ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ കമ്പനിയിൽ അവിടുത്തെ ഐറിഷ് ആളുകളെ നമ്മൾ പണി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ആ നാട് പതുക്കെ ഒരു മലയാളി രാജ്യമായി കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക. എത്ര നല്ല കാര്യമായിരിക്കും അല്ലേ? ഇവിടെ ഇതൊന്നും ചെയ്യാതെ മര്യാദയ്ക്ക് നിങ്ങൾ 2 റീൽസ് ഇട്ടതിനും ഈ വലിയ ഒച്ചത്തിൽ സംസാരിച്ചതിനും നിങ്ങളുടെ ഭക്ഷണ രീതിയും അതേപോലെ നിങ്ങളുടെയൊക്കെ ഒരു പ്രകൃതം കണ്ടിട്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടായിട്ട് അവരുടെ ജോലി സാധ്യത പോകുന്നു, അതേപോലെ നിങ്ങളുടെ സംസ്കാരം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ അവിടെ വലിയ പ്രശ്നം നടക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ കാണിച്ചാലോ? അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? ഇവിടെ ടോമി അതിനുശേഷം നമ്മുടെയൊക്കെ നീതിബോധം ഉണ്ടാക്കുന്നതിന് വളരെ ലളിതമായൊരു കഥ പറഞ്ഞു. അതും തിരിച്ചുപോയി സയനിസത്തിൻ്റെ തലയിൽ തന്നെയാണ് കൊള്ളുന്നത്. ടോമി പറഞ്ഞ കഥ എന്താ? ഞാനും അഭിലാഷും ഒക്കെ കൂടി ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി വേറൊരു സ്ഥലത്ത് ചെന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ കുടികിടപ്പ് അവകാശമുള്ള ആദിവാസികളായിട്ടുള്ള ജനങ്ങളുണ്ട്. പക്ഷേ ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായ ഭൂമിയൊന്നുമില്ല. ആ ഭൂമിയൊക്കെ ദേവസ്വത്തിൻ്റെ കയ്യിലോ രാജസ്വത്തിൻ്റെ കയ്യിലോ ഒക്കെയാണ്. നമ്മൾ ആ ദേവസ്വത്തിൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് നമ്മൾ ഭൂമി വാങ്ങി നമ്മളവിടെ പണിയെടുത്ത് 2-3 തലമുറ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ആരൊക്കെയോ എരിവ് കയറ്റി വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഴയ ആദിവാസികൾ വന്ന്
ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ പൂർവികർ ഇവിടെ താമസിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് വേണമെന്ന് പറഞ്ഞാൽ അത് നീതിയാണോ എന്ന് ടോമി എന്ത് ചെയ്യാണ് ഈ സംവാദം ചോദിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കഥ ആരുടെ കഥയാ? പലസ്തീനികളുടെ കഥയാണോ? യഹൂദന്മാർ 1948 വരെ വാങ്ങിയ ഭൂമി എന്ന് പറയുന്നത് 6.2%. ഇവരോട് പലസ്തീനികൾ പ്രശ്നമുണ്ടാക്കിയത് വെറും ഒരു പർച്ചേസ് ആയതുകൊണ്ടല്ല, നേരെ മറിച്ച് ഇവരുടെ നാട്ടിൽ ഒരു യഹൂദ രാജ്യം സ്ഥാപിക്കാനും ആ സ്ഥാപിക്കണമെങ്കിൽ അതിനാവശ്യമായുള്ള ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുടിയേറ്റം നടത്തുന്നതിൻ്റെ പേരിലാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്. സ്ഥലമല്ല പ്രശ്നം, അല്ലെങ്കിൽ പൂർവികർ അവിടെ താമസിച്ചു എന്നുള്ളതല്ല പലസ്തീനികളുടെ പ്രശ്നം. നേരെ മറിച്ച് പൂർവികർ അവിടെ താമസിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ ഇസ്രയേലിയരല്ലേ? അവരല്ലേ പറഞ്ഞത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികർ പലസ്തീനിൽ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്രയേലിന് ഒരു ഹിസ്റ്റോറിക്കൽ കണക്ഷൻ പലസ്തീനുമായിട്ടുണ്ട്. ആ റൈറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു റൈറ്റ് ആണ് ക്രൈസ്തവ സയനിസ്റ്റുകളായിട്ടുള്ള ബ്രിട്ടീഷ് പൊളിറ്റീഷ്യന്മാരായിട്ടുള്ള ജെയിംസ് ആർതർ ബാൽഫറും മാർക്ക് സൈക്സും ഹെർബർട്ട് സാമുവലും ലോയിഡ് ജോർജും ഒക്കെ അംഗീകരിച്ചത് ഈ ഹിസ്റ്റോറിക്കൽ കണക്ഷനാണ്. അപ്പോൾ ഈ പൂർവികരുടെ കഥയുമായിട്ട് വന്നത് ഇസ്രയേലാണോ അതോ പലസ്തീനാണോ? ഇസ്രയേലിൽ അവിടെ താമസിച്ച ശേഷം എത്രയോ ജനത അവിടെ താമസിച്ചു, എത്രയോ ഭരണങ്ങൾ മാറി വന്നു, അതിൽ ക്രൈസ്തവ ഭരണങ്ങൾ തന്നെ പലതവണ മാറി വന്നു. അതിനെല്ലാം ശേഷം ഈ കാലഘട്ടത്തിൽ ഈ 20-ാം നൂറ്റാണ്ടിലാണ് ഇവർ ഈ വാദം കൊണ്ടുവരുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികന്മാർ അവിടെ താമസിച്ചത് കൊണ്ട് ഈ ലാൻഡിൽ ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അത് നീതിയാണോ എന്ന് പലസ്തീനികളോടല്ല ചോദിക്കേണ്ടത്. ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ഇസ്രയേലികളോടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സകല സയനിസ്റ്റുകളോടും നിങ്ങളുടെ തന്നെ നേതാക്കന്മാരായിട്ടുള്ള നൊണയൻസ് അല്ലെങ്കിൽ നോൺസെൻസ് ടീമുകളോടുമാണ് ചോദിക്കേണ്ടത്. ഇനി ആ നുണക്കഥയുടെ ബാക്കി ഭാഗം കൂടെ ടോമി പറയട്ടെ.